അങ്ങനെ നമ്മൾ കൊണാർക്ക് സൺ ടെമ്പിളിൻ്റെ എൻട്രൻസ് എത്തിയിരിക്കുകയാണ്. എൻട്രൻസ് എന്ന് പറയാനൊന്നുമില്ല, ചെറിയൊരു കവാടം വെച്ചിട്ട് അതിനകത്ത് മറ്റേ ഇതൊക്കെ മറച്ച് വെച്ചേക്കുന്നതാണ്. ഇവിടെ നിന്ന് ഒരു കുറച്ചുണ്ടെന്ന് തോന്നുന്നല്ലേ, ഒരു 400 മീറ്റർ എങ്കിലും ഉണ്ടാവും. ശരിക്കും അപ്പുറത്തെ വഴി വരാം, അവർ കറക്കി ഇതിൽ കൂടിയാണ് വിട്ടേക്കണം. വണ്ടി അവിടെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പോകുമെന്നറിയാൻ പാടില്ല, നോക്കണം. ഇങ്ങോട്ടേക്ക് കയറുന്ന വഴിക്ക് തുടക്കത്തിൽ തന്നെ റൈറ്റ് സൈഡിലൊരു ജഗന്നാഥ ടെമ്പിൾ ഉണ്ട്. ഇനി പോകുന്ന കാഴ്ചകളിൽ റോഡ് സൈഡിൽ മൊത്തം മറ്റേ കടക്കാരും അല്ലേ, ചെറുകിട കടക്കാരുകളുടെ ലഹളയാണ്. ഓക്കെ ഭയ്യ, ഇത് എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് എന്നുവെച്ചാൽ പുറകിൽ നിന്ന് മാറില്ല. അവനെ വിട്ടിട്ടില്ല, ഇനി എങ്ങനെയെന്നറിയാൻ പാടില്ല. ഈ ഏരിയ മുഴുവൻ കടകളാണ്. നമുക്ക് എന്തായാലും അമ്പലത്തിൻ്റെ അങ്ങോട്ട് കയറി നോക്കാം. അങ്ങനെ ഏകദേശം ഒരു 450 മീറ്റർ നടന്ന് ഞങ്ങൾ അമ്പലം എത്തിയിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ കവാടം കഴിഞ്ഞ് വണ്ടി കയറി. ചെരുപ്പൊക്കെ ഇവിടെ വേണ്ടാണ്, ചെരുപ്പൊക്കെ എവിടെ ഊരിയിടണേന്ന് അറിയാൻ പാടില്ല. ആരും കണ്ടില്ലേ? ബാഗ് കയറ്റില്ലെന്ന് പറഞ്ഞത് അവിടെ നിന്നായിരിക്കും അല്ലേ? ആ, നമ്മുടെ ബാഗോ സാധനങ്ങളൊക്കെ കയറ്റില്ലെന്നാണ് പറഞ്ഞേക്കണം. ടിക്കറ്റ് കൗണ്ടർ ഉണ്ടോ? ആ, നോക്കട്ടെ. ജീപ്പേ വല്ലതും ഉണ്ടോയെന്ന് നോക്കാം, ഇല്ലെങ്കിൽ പണി വാളി. ജീപ്പ് ഉണ്ടാവും ഇപ്പം ഇത്ര ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് നോക്കാം എത്രയാവുന്നു. ആരും ഇതായിട്ട് ജീപ്പേ ചെയ്യാനായിട്ട് കണ്ടില്ല, നോക്കട്ടെ. നമ്മൾ ഏകദേശം ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 40 രൂപ. ഓൺലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് 70 രൂപയാണ്. ഇതാവുമ്പോൾ 2 പേർക്ക് 80 രൂപ വരും നേരിട്ട് എടുക്കുവാണെങ്കിൽ. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ലോ ആണ്. നമ്മൾ ഗൂഗിൾ പേ ചെയ്യാമെന്ന് വിചാരിച്ചാൽ വെറുതെ പൈസ പോകുന്ന മാത്രമേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ 3 പ്രാവശ്യം കയ്യിൽ നിന്ന് ചെയ്ത് 210 രൂപ. ഇനി വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണേ. ഇപ്പം എന്തായാലും എടുത്തത് തൊട്ടടുത്ത് തന്നെ ഒരു ATM ഉണ്ടായിരുന്നു, അവിടെ പോയി പൈസ എടുത്തു. ബാക്കി കാണാം. ഇനി അകത്തോട്ട് ബാഗും കാര്യങ്ങളും കയറ്റി വിടുമെന്ന് മാത്രം അറിയില്ല. അങ്ങനെ ഒരാൾ പോയി അങ്ങനെ പോയി. ആ, നോക്കാം എന്തായാലും. ഇവിടെ ഒരു ചെറിയ ടിക്കറ്റ് നോക്കുന്ന സ്ഥലമുണ്ട്, അതിൻ്റെ നേരെ കയറുന്നത് എൻട്രി ആണിത്. ചെറിയ കല്ലുകളൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചേക്കുന്നത്. ചെറിയൊരു ഇടനാഴി. അവിടെ നിന്ന് നേരെ കയറുമ്പോൾ കാണുന്നത് സൺ ടെമ്പിളാണ്. ഗൈഡ് വേണം. നമുക്കെന്തായാലും ഹിന്ദി അറിയാത്തതുകൊണ്ട് ഗൈഡിനെ പിടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതെ ചാറ്റ് GPT നോക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ ചെക്ക് ചെയ്യുക, വിക്കിപീഡിയ നോക്കുക, അങ്ങനെയൊക്കെ അറിയുക. പുള്ളീനെ വിളിക്കണമെങ്കിൽ വിളിക്കാം, പക്ഷെ നമുക്കൊന്നും അറിയാൻ പാടില്ല. പുള്ളിയുടെ ഭാഷ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇതുണ്ടോ, ശരിക്കും ഈ അമ്പലം എന്തോ ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടത് 13-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതായിട്ടാണ്. ഇത് ഒരു രഥത്തിൻ്റെ ആകൃതിയിൽ പണി കഴിപ്പിച്ചാണ്. 23 ചക്രങ്ങളുണ്ടായിട്ട് 7 കുതിരകൾ വലിക്കുന്ന പോലെ ചെയ്തു വെച്ചാണ്. ഇങ്ങനത്തെ കലാരൂപങ്ങൾ എല്ലായിടത്തുള്ള കാരണം പിന്നെ കുഴപ്പമില്ല. എവിടെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ അവിടെ കറക്റ്റായിട്ട് വന്ന് നിന്നോളൂ. കേട്ടോ, എൻ്റെ പൊന്നു, രക്ഷയില്ലാത്ത വിഷയം. ഇതിൻ്റെ അകത്തോട്ടൊന്നും കയറാൻ പറ്റില്ലല്ലേടാ? ഇത് ഇതിനകത്തോട്ട് കയറാൻ പറ്റില്ല. ഇത് മൊത്തം അടച്ചു കൂട്ടിയിട്ടേക്കുക. അപ്പുറത്തെ അമ്പലമാണ്. ഇതിൻ്റെ വാതിക്ക് വരെ കയറാൻ പറ്റും. നേരത്തെ ഞാൻ ഇതിൻ്റെ ഇത് കണ്ടപ്പോൾ മറ്റേ മൊത്തം റീസ്റ്റോറേഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ മേളിലോട്ടൊക്കെ പണിതുകൊണ്ടിരിക്കുന്നതായിരുന്നു. അല്ല, മറ്റേ പൊളിഞ്ഞു പോയതൊക്കെ പിന്നെ പുതുക്കി പണിയണമായിരുന്നു. അപ്പം അത് കാരണം എല്ലാം മറ്റേ ഈ സ്കഫോൾഡിങ്ങും കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് അങ്ങനെയായിരുന്നു ഒട്ടുമിക്ക വീഡിയോയിലും കണ്ടിട്ടുണ്ടെന്ന് വെച്ചു പറ്റണല്ലേ.
ആ നമ്മൾ ഏകദേശം ഫ്രണ്ടിലോട്ട് എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആണ് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. ഏകദേശം എത്ര അടി ഉയരമുണ്ട് എൻ്റെ പൊന്ന്, ഒരു പിടുത്തം കിട്ടാനുള്ള. ഇതിൻ്റെ ബാക്കി വ്യൂ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 3 മണിയായി ഇവിടെ എത്തിയപ്പോൾ. ഈ സമയത്ത് ബാക്കിൽ നിന്ന് മറ്റേ സൂര്യൻ്റെ വെയിലടിച്ചിട്ട് ഒരു പ്രത്യേക ഭംഗി ഇതിന് കാണാനായിട്ട്. ഇവിടെ അകത്ത് കയറാൻ പാടില്ലാത്തതാണ്, പക്ഷേ ഈ പിള്ളേരൊക്കെ കയറി നിൽക്കുന്നുണ്ട്. ഈ ഒരു സംഭവമാണ് 7 കുതിരകൾ വലിക്കുന്നതെന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത്. അതിൻ്റെ രഥത്തിൻ്റെ ചക്രങ്ങൾ ഈ ശരിക്കും നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറാനൊന്നും പാടില്ല, പക്ഷേ ആൾക്കാർ ഇവിടെ മുകളിൽ കയറി ഫോട്ടോ എടുക്കലും വെള്ളമൊക്കെ ആയിട്ട് നിൽക്കണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കയറരുത് എന്നൊക്കെ. പിന്നെ അറിയാലോ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഈ ലെഫ്റ്റ് സൈഡിലെ കാഴ്ചകളാണ് എന്തെല്ലാം. അതുകൊണ്ട് ഓരോ വീലും അതിനുള്ള കൊത്തുപണികളും. ഇവിടുത്തെ കൊത്തുപണികളുള്ള സംഭവങ്ങളൊക്കെ പൊട്ടിപ്പോയി എന്ന് തോന്നണം. അത് രണ്ടാമത് വേറെ കല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കണം. ഇവിടെ കാണുന്നത് ഈ പുതിയ കല്ലുകൾ, പഴയ കൊത്തുപണികളൊക്കെ പൊട്ടിപ്പോയി. ഇതുണ്ട് ഇവിടെയൊക്കെ ചെറുതായിട്ട് ചിലതൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ കണ്ടൊരു സംഭവമാണ് കണ്ട, എന്തോ സിംഹത്തിൻ്റെ ശരീരവും ചിറകൊക്കെ ഉണ്ട് ചെറുതായിട്ട്. പിന്നെ ഒരു വ്യാളിയുടെ മുഖം. എന്താണെന്ന് ഉദ്ദേശിക്കണമെന്ന് അറിയാൻ പാടില്ല. കണ്ട ഓരോ കാര്യങ്ങളും ഓരോ വീലിൻ്റെ ഉള്ളിലും ഓരോരോ ചെറിയ കൊത്തുപണികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ചെറിയൊരു കവാടം പോലത്തെ ഉള്ള ഒരു സംഭവമുണ്ട്. അതിൻ്റെ അകത്ത് കയറാൻ നമുക്ക് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അതൊക്കെ ആ ബോർഡൊക്കെ ചീത്ത ചെയ്ത് കാരണം എന്താണ് സംഭവം എന്നറിയില്ല. ഇതുണ്ടോ ഛായാദേവി ടെമ്പിൾ എന്നും പറഞ്ഞാണ് എഴുതി വെച്ചേക്കുന്നത്. 1100-1200 AD പണി കഴിപ്പിച്ചാണ് ഇതിൻ്റെ പറ്റിയിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാം എന്നാണ്. മറ്റേ ലോക്കും ഇതൊന്നും വെച്ചിട്ടില്ല. സാധാരണ ഇങ്ങനെയുള്ള സ്ഥലത്തോട്ട് കയറി പോകാൻ പാടില്ലാത്തതാണ്. പിന്നെ ചെറിയ രീതിക്കുള്ള ഫോട്ടോ എടുപ്പ് ശല്യങ്ങൾ മാത്രം. നമ്മളും അങ്ങനെ തന്നെ വീഡിയോ എടുപ്പ് ശല്യങ്ങൾ. എന്താ ഉള്ളിലെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. ഇവിടെയാണ് ആ അമ്പലം പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കണം. ഇവിടെയാണ്. അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനമില്ല, ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ബാക്കി ഇതിൻ്റെ അകത്തൊക്കെ കയറി കണ്ടിട്ട് പോവാം. ഇതിൽ വലിയ കാര്യമായിട്ടുള്ള കൊത്തുപണികളൊന്നുമില്ല. മറ്റേ മെയിൻ അമ്പലത്തിലെ പോലെ വലിയ കാര്യമായിട്ടുള്ള കൊത്തുപണികളില്ല. ചെറിയ രീതിക്കുള്ള കൊത്തുപണികൾ മാത്രമേ ഉള്ളൂ. എന്താ നമുക്ക് തിരിച്ച് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകാം. ഇതാണ് ഇവിടെ ഇരുന്ന് കുറച്ച് നേരം സമയം കളയാം. പ്രത്യേകിച്ചൊരു അമ്പലത്തിൽ തന്നെ ഒരു ഫീലില്ലെങ്കിലും ഇതേപോലത്തെ ഒരു ഇത് കാണാൻ പറ്റിയെന്ന് വരില്ലല്ലോ. വല്ലപ്പോഴും ഒരിക്കലല്ലേ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതിനായിട്ട് തുനിഞ്ഞിറങ്ങണം. എങ്ങനെയുണ്ട്? ശരി, ഇത് ബാക്ക് സൈഡിലെ ചെറിയ ശില്പങ്ങളും കാര്യങ്ങളും കൊത്തുപണികളൊക്കെയാണ്. വെറുതെ ഒന്ന് ഓടിച്ച് കാണിക്കുന്നേ ഉള്ളൂ നമുക്ക്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ കാര്യമായിട്ടുള്ള അറിവില്ലാത്തതുകൊണ്ട് സൈഡ് ഫുള്ള് അമ്പലത്തിൻ്റെ നമ്മൾ അമ്പലത്തിൻ്റെ റൈറ്റ് സൈഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ കുറച്ച് കല്ലൊക്കെ വെറുതെ വെട്ടി കൂട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ടൊന്നും ചെയ്തിട്ടില്ല. ഇത് അമ്പലത്തിൻ്റെ റൈറ്റ് സൈഡിലെ കാഴ്ചകളാണ്. ഇവിടെയും ചെറിയ ശില്പങ്ങൾ, വലിയൊരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ അവിടെ ഇട്ട് 2 ആനകളെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫോട്ടോ എടുപ്പ് കാരണം നമുക്ക് കറക്റ്റായിട്ട് അടുത്തോട്ട് ചെല്ലാൻ പറ്റുന്നില്ല. കണ്ടോ, ഇവിടെ എന്തോ വർക്ക് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പെയിൻ്റ് അടിക്കുന്നതാണോ എന്താണോ എന്നറിയില്ല. എന്തോ കളർ വ്യത്യാസമുണ്ടോ അവിടെ. നമ്മളിപ്പോൾ സൺ ടെമ്പിൾ ചുറ്റി കണ്ട് ഏകദേശം. പ്രത്യേകിച്ച് ഇതിനെ പറ്റിയിട്ട് നമുക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടും കൂടുതൽ വിവരിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടും ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോയത് മാത്രമേ ഇതുള്ളൂ. അപ്പോൾ നമ്മൾ തിരികെ എക്സിറ്റിൻ്റെ അവിടെ എത്തി. നമ്മുടെ കൂട്ടത്തിലുള്ളവന് വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് ഇവിടെ നിന്ന് അടുത്തൊരു സ്ഥലം വരെ പോകണം. പോണ വഴിക്ക് എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കയറണം. ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്.